Hi everyone, welcome to another class of Business Studies. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്മോൾ ബിസിനസ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടായ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് എൻ്റർപ്രണർഷിപ്പ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ്റർപ്രണർഷിപ്പ്, അതുപോലെ സ്റ്റാർട്ടപ്പ് സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് വരുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ ഇനീഷ്യേറ്റീവ് എന്താണ്, പിന്നെ കുറച്ച് ടേംസ്, അതായത് ട്രേഡ് മാർക്ക് എന്താണ്, കോപ്പിറൈറ്റ് എന്താണെന്നുള്ള അങ്ങനെ കുറച്ച് ടേംസ്, വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എൻ്റർപ്രണർഷിപ്പ് ഇസ് ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് വൺസ് ഓൺ ബിസിനസ്. ഒരു എൻ്റർപ്രണർ എന്ന് പറയുമ്പോൾ ആരാണ്? ഒരു ബിസിനസ് സ്വന്തമായി തുടങ്ങാൻ പോകുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരു വ്യക്തിയെയാണ് എൻ്റർപ്രണർ എന്ന് പറയുന്നത്. ആക്ച്വലി എൻ്റർപ്രണർ എന്നുള്ളതിൻ്റെ പ്രൊനൗൺസിയേഷൻ അങ്ങനെയല്ല, ഓൺടർപ്രണർ എന്നാണ്. അപ്പോൾ ഹു ഇസ് ആൻ ഓൺടർപ്രണർ? എൻ്റർപ്രണർഷിപ്പ് ഇസ് ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് വൺസ് ഓൺ ബിസിനസ്. ഒരു വ്യക്തി സ്വന്തം ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. The person who sets up the business is entrepreneur and the outcome of the process or the business unit is called enterprise. അതായത് ഇവിടെ ആരാണോ ആ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നത് ആ ഒരു വ്യക്തിയെ ഓൺടർപ്രണർ എന്നും പറയും. അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം ഓഫ് ദി പ്രോസസ്സ്, ആ ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ടിനെ, ആ ഒരു ബിസിനസ് യൂണിറ്റിനെ എൻ്റർപ്രൈസ് എന്നും പറയും. ഓക്കെ. The word entrepreneur is derived from the French verb entreprendre, which means to undertake. ഇപ്പോൾ എൻ്റർപ്രൻഡി എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വേർഡ്, ടു അണ്ടർടേക്ക് എന്ന മീനിങ് ഉള്ള ആ ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് എൻ്റർപ്രണർ എന്ന ആ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. Entrepreneur is a person who organizes the business, undertakes the risk and enjoys the profit. നമുക്കറിയാം, ഒരു വ്യക്തി ബിസിനസ് തുടങ്ങാൻ പോകുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഹീ ഈസ് ദ പേഴ്സൺ ഹു ഓർഗനൈസസ് ദ ബിസിനസ്, അല്ലേ? ആ ഒരു ബിസിനസ് ഓർഗനൈസ് ചെയ്യുന്ന വ്യക്തി ആരാണ്? അതിൻ്റെ ഓണർ. അതുപോലെ റിസ്ക് എടുക്കുന്നതും ആ ഒരു റിസ്ക് എടുത്ത് ബിസിനസ് നടത്തി അതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് എൻജോയ് ചെയ്യുന്നതും ആരാണ്? ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. ആ പെർട്ടിക്കുലർ പേഴ്സണെയാണ് ഓൺടർപ്രണർ എന്ന് പറയുന്നത്. റിച്ചാർഡ് കാൻഡ്ലിയൻ, ഫ്രഞ്ച് എക്കണോമിസ്റ്റ്. അപ്പോൾ ഫ്രഞ്ച് എക്കണോമിസ്റ്റായ റിച്ചാർഡ് കാൻഡ്ലിയൻ പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റർപ്രണർ ഇസ് എ പേഴ്സൺ ഹു ഓർഗനൈസസ് ദ ബിസിനസ്, ഹു അണ്ടർടേക്സ് ദ റിസ്ക് ആൻഡ് ഹു എൻജോയ്സ് ദ പ്രോഫിറ്റ്. ഇതാണ് ഡെഫിനേഷൻ. ഇനി ഇവിടെ ഇനിയും പറയുന്നുണ്ട് എൻ്റർപ്രണർ എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളത്. ആൻ എൻ്റർപ്രണർ ഇസ് ബേസിക്കലി എ ബിസിനസ് മാൻ ആൻഡ് ഹി ബ്രിങ്സ് ടുഗെദർ ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സച്ച് എസ് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസസ് ഇറ്റ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഫാക്ടേഴ്സാണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. അപ്പോൾ ഈ മൂന്ന് ഫാക്ടേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ആ ഒരു ഇൻഡിവിജ്വലിനെയാണ് എൻ്റർപ്രണർ എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ പറയുന്ന ഒരു ടേമാണ് ഓൾ എൻ്റർപ്രണേഴ്സ് ആർ ബിസിനസ്മെൻ ബട്ട് ഓൾ ബിസിനസ്മെൻ ആർ നോട്ട് എൻ്റർപ്രണേഴ്സ്. അതായത് എല്ലാ എൻ്റർപ്രണേഴ്സും ബിസിനസ്മെൻ ആണ്, പക്ഷേ എല്ലാ ബിസിനസ്മെനും എന്തല്ല? എൻ്റർപ്രണേഴ്സ് അല്ല. ശരിയാണല്ലോ. അപ്പോൾ വൺ വേർഡൊക്കെ ആയിട്ട് അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ അങ്ങനെയുള്ള ടേംസ് ചോദിക്കാം. ഇനി എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുവരെ നമ്മൾ നോക്കിയത് എൻ്റർപ്രണർ ആരാണ് എന്നാണ്. എൻ്റർപ്രണർഷിപ്പ് ഇസ് എ പർപ്പസ്ഫുൾ ആക്ടിവിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് ഓഫ് അസോസിയേറ്റഡ് ഇൻഡിവിജ്വൽസ് undertaken to initiate, maintain or organize profit-oriented business unit for production or distribution of economic goods and services. നമ്മൾ പറഞ്ഞു എൻ്റർപ്രണറിൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിനെ എന്ത് പറയും? എൻ്റർപ്രൈസ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ പർപ്പസ്ഫുൾ ആക്ടിവിറ്റി, അതായത് കരുതി കൂട്ടി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് ഓഫ് അസോസിയേറ്റഡ് ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ചെയ്യുന്നതോ ആയ ഒരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റി. അതിലെന്താ ചെയ്യുന്നത്? അണ്ടർടേക്കൺ ടു ഇനീഷ്യേറ്റ്, മുൻകൈ എടുക്കാൻ വേണ്ടി ചെയ്യുന്നതോ, മെയിൻറ്റെയിൻ ഓർ ഓർഗനൈസ് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ബിസിനസ് യൂണിറ്റ്, അതായത് ഒരു പ്രോഫിറ്റ് മാത്രം എയിം ചെയ്യുന്ന ഒരു ബിസിനസ് യൂണിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ അത് തുടങ്ങാൻ വേണ്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുകയോ, ഫോർ പ്രൊഡക്ഷൻ ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്കണോമിക് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് എക്കണോമിക് ഗുഡ്സോ സർവീസസോ പ്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനോ വേണ്ടി തുടങ്ങുന്ന ഒരു സംരംഭം. അപ്പോൾ അത് തുടങ്ങുന്നത് ഒരു ഇൻഡിവിജ്വൽ ആവാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ആവാം. ഇങ്ങനെയുള്ളൊരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റിനെയാണ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതുവരെ നമ്മൾ എൻ്റർപ്രണർഷിപ്പ് എന്താണെന്ന് നോക്കി. ഇനി വിച്ച് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ്റർപ്രണർഷിപ്പ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ആണ് സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഒരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റി എന്ന് എഴുതാം. കരുതി കൂട്ടി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് എന്ത്, എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആൻഡ് എ പർപ്പസ്ഫുൾ ആക്ടിവിറ്റി. It requires skill, knowledge and competency which can be acquired, learned and developed through education, training, observation and experience. അതായത് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു പർപ്പസ്ഫുൾ ആക്ടിവിറ്റിയാണ്. ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി മുൻകൈ എടുക്കുന്ന കാര്യങ്ങൾ മുതൽ ആ ഒരു ബിസിനസ് തുടങ്ങുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റർപ്രണർഷിപ്പിൽ പെടും. അപ്പോൾ ഒരുപാട് വർഷത്തെ ട്രെയിനിങ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്കിൽ അക്വയർ ചെയ്തോ, ഒബ്സർവേഷൻ, എക്സ്പീരിയൻസ്, ഇങ്ങനെയൊക്കെയുള്ള സ്കിൽ അക്വയർ ചെയ്ത് ഒരു ഇൻഡിവിജ്വൽ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് എന്ത് പറയുക, എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. വി ക്യാൻ സേ ദ എൻ്റർപ്രണേഴ്സ് ആർ മെയ്ഡ് ബട്ട് നോട്ട് ബോൺ. എൻ്റർപ്രണേഴ്സിന് എന്താണ്, ആ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കുകയാണ്. മെയ്ഡാണ്, അവർ ബോൺ അല്ല. അതായത് അവർ ജനിക്കുമ്പോൾ തന്നെ എൻ്റർപ്രണർ ആവുന്നതല്ല. ഈ പറഞ്ഞ സ്കില്ലുകളൊക്കെ അക്വയർ ചെയ്ത് ഒരു എൻ്റർപ്രണർഷിപ്പ് ആ ഒരു രീതിയിലേക്ക് എൻ്റർപ്രണറെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് ആണ് ലോഫുൾ ആൻഡ് പേർപ്പസ്ഫുൾ ആക്ടിവിറ്റി. ദി എയിം ഓഫ് എൻ്റർപ്രണർഷിപ്പ് ഇസ് ടു റൺ എ ലോഫുൾ ബിസിനസ്. നിയമപരമായ ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളതാണ് എൻ്റർപ്രണറിൻ്റെ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറയുന്നത്, ലോഫുൾ ആൻഡ് purposeful activity. Third characteristic ആണ് innovation and creativity. Entrepreneurship brings innovation and creativity to the business. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ ഓൾറെഡി സെറ്റപ്പായ എല്ലാവരും ചെയ്യുന്ന ഒരു ബിസിനസ് അല്ല എന്ത് ചെയ്യുക, ഒരു എൻ്റർപ്രണർ എപ്പോഴും ചെയ്യാൻ നോക്കുന്നത് എന്താണ്, കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള, കുറച്ചുകൂടി ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ബിസിനസ് ആയിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക, തുടങ്ങാൻ പോകുന്ന ഒരു എൻ്റർപ്രണറുടെ മനസ്സിലുണ്ടായിരിക്കുക. അടുത്തത് ഓർഗനൈസേഴ്സ് പ്രൊഡക്ഷൻ. ദ എൻ്റർപ്രണർ ബ്രിങ്സ് ദ ഐഡിയ ഓഫ് ബിസിനസ് ആൻഡ് ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ദസ് ഹി ഓർഗനൈസസ് ദ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷൻ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. ഈ മൂന്ന് ഫാക്ടേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളതാണ് എൻ്റർപ്രണറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറയുന്നത്. ഓർഗനൈസസ് ദ പ്രൊഡക്ഷൻ. ഇവിടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത്. ഇനി അടുത്തത് റിസ്ക് ടേക്കിംഗ്. The entrepreneur takes all the risk in the business as he brings all the factors of production including capital. നേരത്തെ പറഞ്ഞ ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ ഓർഗനൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തുണ്ട്, റിസ്ക് കൂടി ഏറ്റെടുക്കുന്നത് ആരാണ്, എൻ്റർപ്രണർ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ്റർപ്രണർഷിപ്പ്. ഫസ്റ്റ് ഏതാ, സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, ലോഫുൾ ആൻഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി, ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, ഓർഗനൈസേഴ്സ് പ്രൊഡക്ഷൻ ആൻഡ് റിസ്ക് ടേക്കിംഗ്. ഇനി ഇതിൽ വരുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഇന്ത്യയിൽ എൻ്റർപ്രണർഷിപ്പ് തുടങ്ങാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് എന്തെല്ലാം സ്കീമുകൾ എടുത്തു. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ളൊരു സ്കീമായിരുന്നു സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം എന്ന് പറയുന്നത്. Startup India scheme is an important initiative by Government of India to promote a strong ecosystem for nurturing innovation and startup in the country. അപ്പോൾ രാജ്യത്ത് പുതിയ ബിസിനസ് ഓർഗനൈസേഷൻസും പുതിയ എൻ്റർപ്രൈസസും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി യൂത്തിന് അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിന് മുൻകൈ എടുക്കാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം എന്ന് പറയുന്നത്. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, പുതിയൊരു സംരംഭം തുടങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് എന്ത് ചെയ്തു, ഒരു സപ്പോർട്ട് കൊടുത്തു. അതിനു വേണ്ടി കൊണ്ടുവന്ന സ്കീമാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ആസ് പെർ ദ നോട്ടിഫിക്കേഷൻ ഓഫ് ദി മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, എ സ്റ്റാർട്ടപ്പ് മീൻസ്, സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൻ എൻറ്റിറ്റി ഇൻകോർപ്പറേറ്റഡ് ഓർ രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള, ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കണം. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, നോട്ട് ഓൾഡർ ദാൻ 5 years, 5 വർഷത്തിൽ കൂടുതലല്ലാത്ത ഒരു ബിസിനസ്, അതായത് അത് തുടങ്ങിക്കഴിഞ്ഞ് 5 വർഷത്തിൽ കൂടുതലാവരുത് എന്നുള്ളത്, നോട്ട് ഓൾഡർ ദാൻ 5 years. അടുത്തത്, ആനുവൽ ടേൺ ഓവർ ഡസ് നോട്ട് എക്സീഡ് ₹25 crores ഇൻ എനി പ്രൊസീഡിംഗ് ഇയർ. അതായത് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 25 കോടിയിലധികം ആവരുത്. അതായത് നമ്മൾ പറഞ്ഞു 5 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ബിസിനസ് ആയിരിക്കണം എന്നുള്ളത്. ഈ 5 വർഷത്തിലെ ഏതെങ്കിലും ഒരു വർഷം പോലും 25 കോടിയിൽ കൂടുതൽ അതിൻ്റെ ടേൺ ഓവർ ഉണ്ടാവാൻ പാടില്ല എന്ന്. പിന്നെ അടുത്തത്, വർക്കിംഗ് ടുവേർഡ്സ് ഇന്നോവേഷൻ, ഡെവലപ്മെൻറ്റ് ഓർ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് പ്രോഡക്ട്സ് ഓർ സർവീസസ് വിത്ത് ദി സപ്പോർട്ട് ഓഫ് ടെക്നോളജി ഓർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, IPR ആൻഡ് പേറ്റൻസ്. അതായത്
ഡെവലപ്മെൻറ്റ് ഓർ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് പ്രോഡക്ട്സ് ഓർ സർവീസസ് വിത്ത് ദി സപ്പോർട്ട് ഓഫ് ടെക്നോളജി. അതായത് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രോഡക്റ്റോ സർവീസസോ കൊമേഴ്സ്യലൈസേഷൻ അതിനു വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന എന്തിൻ്റെ സപ്പോർട്ടോട് കൂടി IPR, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. ഇത് നമ്മളിനി പഠിക്കുന്നുണ്ട്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആൻഡ് പേറ്റൻസ് എന്ന് പറയുന്ന ടേംസുകളൊക്കെ എന്താണ് എന്നുള്ളത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അതെന്താവുള്ളൂ, ഒരു എൻ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയാൻ കഴിയുള്ളൂ. അതായത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 5 ഇയേഴ്സിൽ കൂടാത്ത, ആനുവൽ ടേൺ ഓവർ 25 crores എക്സീഡ് ചെയ്യാത്ത, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് മാത്രം എയിം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരിക്കണം എന്ത്, സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. ഇനി പോപ്പുലർ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കീം ഏതൊക്കെയാണ്? ഇതിന് എക്സാമ്പിൾ പറയുന്നുണ്ട്. Paytm, ഫ്ലിപ്കാർട്ട്, സ്നാപ്ഡീൽ, സ്വിഗ്ഗി, ബിഗ് ബാസ്ക്കറ്റ്, ബൈജൂസ് ആപ്പ്, ഓല ക്യാബ്സ്, മേക്ക് മൈ ട്രിപ്സ്, ഷോപ്പ് ക്ലൂസ്, ഓയോ റൂംസ്, സൊമാറ്റോ, റെഡ് ബസ്, ഊബർ ഈറ്റ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇതിന് സ്റ്റാർട്ടപ്പ് സ്കീമിന് എക്സാമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെ ഒരു 4-5 എക്സാമ്പിളായിട്ട് എഴുതി വെക്കുക. ഇനി എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാർട്ടപ്പ് സ്കീം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാർട്ടപ്പ് സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്? ട്രിഗർ ആൻഡ് എൻ്റർപ്രണറിയൽ കൾച്ചർ. ജനങ്ങളുടെ ഇടയിൽ ഒരു എൻ്റർപ്രണറിയൽ കൾച്ചർ ഉണ്ടാക്കാൻ വേണ്ടി, അതായത് ആ ഒരു ജനങ്ങളെ എന്ത് ചെയ്യുക, ഒരു സേവിങ്സ് ഹാബിറ്റ് ഉണ്ടാക്കി അതുവഴി അവരുടെ ആ ഒരു സേവിങ്സ് എന്തെങ്കിലും ഒരു ബിസിനസ് സംരംഭത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു സ്റ്റാർട്ടപ്പ് സ്കീം വന്നിട്ടുള്ളത്. ട്രിഗർ ആൻഡ് എൻ്റർപ്രണറിയൽ കൾച്ചർ. രണ്ടാമത്തത് ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ദി ചാംസ് ഓഫ് എൻ്റർപ്രണർഷിപ്പ് അമംഗ് ദ യൂത്ത്. യൂത്തിൻ്റെ ഇടയിൽ എൻ്റർപ്രണർഷിപ്പിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്വന്തം കാലിൽ നിൽക്കാമെന്ന് പറയുന്നത് പോലെ അവരുടെ ഇടയിൽ അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ദി ചാംസ് ഓഫ് എൻ്റർപ്രണർഷിപ്പ് അമംഗ് ദ യൂത്ത്. നെക്സ്റ്റ്, എൻകറേജ് മോർ ഡൈനാമിക് സ്റ്റാർട്ടപ്സ് ബൈ മോട്ടിവേറ്റിംഗ് എഡ്യൂക്കേറ്റഡ് യൂത്ത് ആസ് എ ഗുഡ് കരിയർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എന്ത്, യൂത്തിനെ ഒരു നല്ലൊരു കരിയർ എന്ന നിലക്ക് പുതിയ സ്റ്റാർട്ടപ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ ഇടയിലൊരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈനാമിക് സ്റ്റാർട്ടപ്സ് അവരുടെ ഇടയിൽ കൊണ്ടുവരിക. ടു സപ്പോർട്ട് ദ സ്റ്റാർട്ടപ്സ് ഇൻ വാരിയസ് സ്റ്റേജസ് സച്ച് ആസ് പ്രീ സ്റ്റാർട്ടപ്പ് സ്റ്റേജ്, നെയ്സെൻറ്റ് ദാറ്റ് മീൻസ് ബിഗിനിങ് സ്റ്റേജ് ആൻഡ് ഏർലി പോസ്റ്റ് സ്റ്റാർട്ടപ്പ് സ്റ്റേജ്. അതായത് ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്പ് സ്റ്റേജിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊക്കെ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടപ്പ് സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സംരംഭം തുടങ്ങുന്നതിന് മുന്നേയുള്ള പ്രീ സ്റ്റാർട്ടപ്പ് സ്റ്റേജിലാണെങ്കിലും ബിഗിനിങ് സ്റ്റേജിലാണെങ്കിലും അതെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോസ്റ്റ് സ്റ്റാർട്ടപ്പ് സ്റ്റേജിലൊക്കെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് സ്റ്റാർട്ടപ്പ് സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. To promote underrepresented target groups such as women, backward communities, scheduled caste, scheduled tribes, etc. നമുക്കറിയാം ഈ പറഞ്ഞ കാറ്റഗറി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ തുടങ്ങാൻ വേണ്ട ഒരു സപ്പോർട്ട് ഔട്ടർ ഗ്രൂപ്പിൽ നിന്നും കിട്ടിയാൽ മാത്രമേ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാർ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ തുടങ്ങുള്ളൂ, അല്ലേ? ഇപ്പോൾ വുമൺ ആണെങ്കിലും അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന സമുദായത്തിൽപ്പെട്ടത്, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, SC ST അങ്ങനെയുള്ള ട്രൈബ്സിലൊക്കെ ഉള്ളവർക്ക് എന്താണ്, ആദ്യമായിട്ടൊരു ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അണ്ടർ റെപ്രസെൻറ്റഡ് ടാർഗറ്റ് ഗ്രൂപ്പിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത എയിമായിട്ട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാർട്ടപ്പ് സ്കീം. ടു ഡെവലപ്പ് ആൻ എൻ്റർപ്രണറിയൽ കൾച്ചർ, awareness among the youth, encourage more dynamic startups, to support the startups in various stages and to promote underrepresented target groups. ഇനി സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആക്ഷൻ പോയിന്റ്, ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു ഇത് ചെയ്തത് എന്ന്. അപ്പോൾ അതിൽ പല സ്റ്റെപ്സുകളായിട്ട് അല്ലെങ്കിൽ പല സ്റ്റേജസ് ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് ആണ് സിംപ്ലിഫിക്കേഷൻ ആൻഡ് ഹാൻഡ് ഹോൾഡിംഗ്. ഫോർമാലിറ്റി സിംപ്ലിഫൈഡ് ആൻഡ് എക്സ്റ്റെൻഡഡ് സപ്പോർട്ട് ടു ദ സ്റ്റാർട്ടപ്പ് വെഞ്ചർ. അപ്പോൾ ഇന്ത്യയിൽ ഇത് തുടങ്ങാൻ വേണ്ട ഒരു ആക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് ആദ്യം തന്നെ എന്ത് ചെയ്തു, ഈ സ്റ്റാർട്ടപ്പ് സ്കീം അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസ് തുടങ്ങാൻ വേണ്ട പ്രൊസീജിയേഴ്സൊക്കെ സിംപ്ലിഫൈ ചെയ്തു. സിംപ്ലിഫിക്കേഷൻ ആൻഡ് ഹാൻഡ് ഹോൾഡിംഗ് എന്ന് പറയുമ്പോൾ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് സ്റ്റാർട്ടപ്പ് വെഞ്ചേഴ്സ് തുടങ്ങാനുള്ള സപ്പോർട്ട് ഗവൺമെൻറ് കൊടുത്തു. ഇനി അടുത്തത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഹബ്. To create a single point contact for the entire startup system and to enable knowledge exchange and access to funding. ഒരു ഹബ്ബ് തുടങ്ങി, അതായത് പുതിയൊരു ബിസിനസ് ഓർഗനൈസേഷൻ തുടങ്ങാൻ വേണ്ട എല്ലാ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഒരു സെൻറ്റർ പോയിൻ്റ് അല്ലെങ്കിൽ ഒരു എൻ്റയർ സ്റ്റാർട്ടപ്പിന് വേണ്ട ഒരു സിംഗിൾ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ത് ചെയ്തു, അതിനെയാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഹബ്ബ് എന്ന് പറയുന്ന ആ ഒരു സംഭവം തുടങ്ങി. ഇനി അടുത്തത് ലീഗൽ സപ്പോർട്ട് ആൻഡ് ഫാസ്റ്റ് ട്രാക്കിംഗ് പേറ്റൻറ്റ് എക്സാമിനേഷൻ.
to give protection for patents, trademark and designs of innovative startups through SIPP, Startups Intellectual Property Protection. അതായത് ഓരോ ബിസിനസ് ഓർഗനൈസേഷൻ്റെയും ട്രേഡ് മാർക്ക്, പേറ്റൻറ്റ്, കോപ്പി റൈറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ന്യൂ സ്റ്റാർട്ടപ്പ് സ്കീമായ SIPP, സ്റ്റാർട്ടപ്പ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ തുടങ്ങി. അടുത്തത് ഈസി എക്സിറ്റ്. അതായത് എപ്പോഴാണോ ഇതിൽ നിന്നും ആ ഒരു എൻ്റർപ്രൈസ് തുടങ്ങി അത് മുന്നോട്ട് പോവില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൽ നിന്നും എക്സിറ്റ് ആവാനുള്ള ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത്. ഇൻ ദ ഈവൻറ്റ് ഓഫ് ഫെയിലിയർ ആൻഡ് വൈൻഡ് അപ്പ് ഓഫ് ഓപ്പറേഷൻസ് ദേ ക്യാൻ റീഅലോക്കേറ്റ് ക്യാപിറ്റൽ ആൻഡ് റിസോഴ്സസ് ടുവേർഡ്സ് മോർ പ്രൊഡക്റ്റീവ് അവന്യൂസ്. അപ്പോൾ അവർ ഇറക്കിയിട്ടുള്ള ആ ഒരു ക്യാപിറ്റലും റിസോഴ്സസും ഒക്കെ അവർക്ക് വേറൊരു സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി തുടങ്ങിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാനുള്ള ഫോർമാലിറ്റീസും ഈസിയാക്കി മാറ്റി. Thus the entrepreneurs can easily exit from the business if required. ബിസിനസ്സിന് ആവശ്യമുള്ള സമയത്ത് എൻ്റർപ്രണർക്ക് എന്ത് ചെയ്യാം, ആ ഒരു ബിസിനസ്സിൽ നിന്നും എക്സിറ്റ് ചെയ്യാം. അടുത്തത് ഇൻക്യുബേറ്റർ സെറ്റപ്പ്. ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, സേഫാക്കി നിർത്തുക എന്നുള്ളത്. ഇപ്പോൾ കുട്ടികളെയൊക്കെ ഇൻക്യുബേറ്ററിൽ വയ്ക്കുക എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഒബ്സർവേഷനിലൂടെ അവരെ എന്ത് ചെയ്യുക, ആപ്റ്റാക്കി മാറ്റുക, അല്ലെങ്കിൽ അവരെ സേഫ് ആക്കി മാറ്റുക. The government envisages setting up incubators across the country in PPP mode. PPP നമ്മൾ 3rd ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹെൽപ്പിലൂടെ എന്ത് ചെയ്യുക, ഇവരെ സ്റ്റേബിളാക്കി നിർത്തുക. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്റ്റാർട്ടപ്പ് സ്കീമുകൾ, സ്റ്റാർട്ടപ്പ് ബിസിനസ് ഓർഗനൈസേഷൻസ് സേഫസ്റ്റ് ആക്കി മാറ്റുക. അടുത്തത് ടാക്സ് ആൻഡ് എക്സംഷൻ, അതായത് ടാക്സിൽ നിന്നൊക്കെ ഒഴിവാക്കുക. ദ പ്രോഫിറ്റ് ഓഫ് സ്റ്റാർട്ടപ്പ് ഇനീഷ്യേറ്റീവ്സ് ആർ എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ് ഫോർ എ പീരീഡ് ഓഫ് 3 years. അതായത് തുടങ്ങിയ ആദ്യത്തെ 3 വർഷം അതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റിന് ടാക്സ് കൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു സ്കീം വന്നു. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആക്ഷൻ പോയിൻ്റ് എന്ന് പറയുന്നത്. സിംപ്ലിഫിക്കേഷൻ ആൻഡ് ഹാൻഡ് ഹോൾഡിംഗ്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഹബ്, ലീഗൽ സപ്പോർട്ട്, ഈസി എക്സിറ്റ്, ഇൻക്യുബേറ്റർ സെറ്റപ്പ് ആൻഡ് ടാക്സ് എക്സംഷൻ. ഇനി വേസ് ടു ഫണ്ട് സ്റ്റാർട്ടപ്പ്, അതായത് ഇങ്ങനെ ബിസിനസ് തുടങ്ങണമെങ്കിൽ അതിനുള്ള ഫണ്ട് എങ്ങനെയൊക്കെ കണ്ടെത്താം എന്നുള്ളതാണ് വേസ് ടു ഫണ്ട് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റാണ് ബൂട്ട് സ്ട്രാപ്പിംഗ്. ഇതൊക്കെ 2 marks ആയിട്ട് ചോദിക്കാം. ജസ്റ്റ് ആ ഒരു വേർഡ് തന്നെ എന്താണ് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്നുള്ളതൊക്കെ ചോദിക്കാം. സെൽഫ് ഫിനാൻസിങ് ബൈ ദി പ്രൊമോട്ടേഴ്സ് ഫ്രം ദെയർ പേഴ്സണൽ സേവിങ്സ് ആൻഡ് റിസോഴ്സസ്. അതായത് ഓരോ എൻ്റർപ്രണേഴ്സിൻ്റെയും കയ്യിലുള്ള പണം യൂട്ടിലൈസ് ചെയ്യുക, സെൽഫ് ഫിനാൻസിങ്, അതിനെയാണ് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. അവരുടെ പേഴ്സണൽ റിസോഴ്സസും പേഴ്സണൽ സേവിങ്സും എടുത്തുകൊണ്ട് എൻ്റർപ്രണർഷിപ്പ് തുടങ്ങുക എന്നുള്ളത്. രണ്ടാമത്തത് ക്രൗഡ് ഫണ്ടിങ്. ക്രൗഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ പൂളിംഗ് റിസോഴ്സസ് ബൈ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫോർ എ കോമൺ ഗോൾ, എസ്പെഷ്യലി ത്രൂ ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോം. അതായത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട്, യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കോമൺ ഗോളിന് വേണ്ടി അവരെ മോട്ടിവേറ്റ് ചെയ്ത് ആ ഒരു ബിസിനസ്സിൽ അവരെ കൊണ്ട് എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യിക്കുക. അതിനെയാണ് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുക. ഇനി അടുത്തതാണ് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ദീസ് ആർ ദ ഇൻഡിവിജ്വൽസ് വിത്ത് സർപ്ലസ് ക്യാഷ് ഹു ഹാവ് കീൻ ഇൻട്രസ്റ്റ് ടു ഇൻവെസ്റ്റ് ഇൻ സ്റ്റാർട്ടപ്സ്. അതായത് ചില ആൾക്കാരുടെ കയ്യിൽ അവരുടെ സേവിങ്സ് എന്ന നിലക്ക് ഒരുപാട് ക്യാഷ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു ബിസിനസ്സിൽ അവരെ കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാർട്ടപ്സിൽ അവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ദേ ഓൾസോ ഓഫർ മെൻറ്ററിങ് ഓർ അഡ്വൈസ് അലോങ് വിത്ത് ക്യാപിറ്റൽ. അപ്പോൾ അവരുടെ ആ ഒരു ക്യാപിറ്റൽ മാത്രമല്ല, ബിസിനസ്സിൽ അവരുടെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ അഡ്വൈസ് കൂടി എടുക്കും. അടുത്തത് വെഞ്ചർ ക്യാപിറ്റൽ. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് പ്രൊവൈഡ് പ്രൊഫഷണലി മാനേജ്ഡ് ഫണ്ട്സ് ടു കമ്പനീസ് ആൻഡ് സ്റ്റാർട്ടപ്സ് ദാറ്റ് ഹാവ് ഹ്യൂജ് പൊട്ടൻഷ്യൽ. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ പ്രൊഫഷണലി മാനേജ് ചെയ്യാൻ കഴിവുള്ള വ്യക്തികൾ. അതായത് അവർ കമ്പനീസിനും സ്റ്റാർട്ടപ്സിനൊക്കെ അവരുടേതായ ആ ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തിരിക്കും. അതാണ് വെഞ്ചർ ക്യാപിറ്റൽ. It is also called risk capital as it is invested in new ventures. Excel Partners, Bloom Ventures എന്നൊക്കെ പറയുന്നത് എക്സാമ്പിളാണ്. ഇതിൻ്റെ റിസ്ക് ക്യാപിറ്റൽ എന്ന് പറയും. കാരണം തുടങ്ങാൻ പോകുന്ന പുതിയൊരു സംരംഭം, പുതിയൊരു വെഞ്ചറിലാണ് അവരത് എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് വെഞ്ചർ ക്യാപിറ്റലിനെ റിസ്ക് ക്യാപിറ്റൽ എന്നും പറയും. നെക്സ്റ്റ് ആണ് ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് ആൻഡ് ആക്സിലറേറ്റേഴ്സ്. ഇൻക്യുബേറ്റേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇൻക്യുബേറ്റേഴ്സ് പ്രൊവൈഡ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ടപ്സ് ഇൻ ദി ഏർലി സ്റ്റേജ് ഓഫ് ഇറ്റ്സ് ബിസിനസ്, whereas accelerators help the startups to run or take a giant leap in business. ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുന്നത് ഓൾറെഡി, അതായത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ്സിന് വേണ്ട ഫണ്ട് കൊടുക്കുന്നതും, ആക്സിലറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിന് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ട ഫണ്ട് കൊടുക്കുന്നതിനെയാണ് ആക്സിലറേറ്റേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏഞ്ചൽ പ്രൈം, കോസ്ല ലാബ്സ്, സ്റ്റാർട്ടപ്പ് വില്ലേജ് എക്സെട്ര. അപ്പോൾ എക്സാമ്പിൾ 1-2 എഴുതി വയ്ക്കുക.
ഇനി അടുത്തത് മൈക്രോ ഫിനാൻസ് ആൻഡ് NBFCs. Microfinance is a category of financial services targeted at individuals and small business who lack access to conventional banking or have not qualified for a bank loan. അതായത് ചില വ്യക്തികൾക്ക് എന്ത് ചെയ്യില്ല, ബാങ്ക് ലോൺ കിട്ടാൻ ബുദ്ധിമുട്ട് വരിക, അല്ലെങ്കിൽ ബാങ്കിൽ നിന്നും കൺവെൻഷണൽ ബാങ്കിൽ നിന്നും ഫണ്ട് ലഭിക്കുക, ഇതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിന് ഫണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ മൈക്രോ ഫിനാൻസ് ആൻഡ് NBFCs എന്ന് പറയുന്ന ബാങ്കിങ് സർവീസസ് കൊടുക്കുന്നത്. NBFCs, non-banking financial companies, are registered under Indian Companies Act and they perform lending function to public, but they cannot accept demand deposit. നമ്മളിപ്പോൾ വട്ടിപ്പലിശക്ക് കൊടുക്കുക എന്നൊക്കെ പറയും. ഇവിടെ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് എന്താ ചെയ്യുന്നത്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ബാങ്ക് പോലെയല്ല. അവർക്ക് എന്ത് ചെയ്യില്ല, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റില്ല, പക്ഷേ എന്ത് ചെയ്യാം, ലെൻഡ് ചെയ്യാം, ആവശ്യക്കാർക്ക് പണം വായ്പയായിട്ട് കൊടുക്കാം. അതാണ് NBFCs എന്ന് പറയുന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി എന്ന് പറയുന്നത്. എക്സാമ്പിൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസ്, മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡ്, ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് എന്നൊക്കെ പറയുന്ന ഓർഗനൈസേഷൻ. സോ വിച്ച് ആർ ദ വേസ് ടു ഫണ്ട് സ്റ്റാർട്ടപ്പ് സ്കീം? ബൂട്ട്സ്ട്രാപ്പിംഗ്, ക്രൗഡ് ഫണ്ടിംഗ്, ഏഞ്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ്, വെഞ്ചർ ക്യാപിറ്റൽ, ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് ആൻഡ് ആക്സിലറേറ്റേഴ്സ് ആൻഡ് മൈക്രോ ഫിനാൻസ് ആൻഡ് NBFCs. ഇനി കുറച്ച് ടേംസുകളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് ടേമാണ് IPR എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. എന്താണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്? ഇറ്റ് ഈസ് എ കാറ്റഗറി ഓഫ് പ്രോപ്പർട്ടി ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻടാഞ്ചിബിൾ ക്രിയേഷൻസ് ഓഫ് ഹ്യൂമൻ ഇൻ്റലക്റ്റ്. ഹ്യൂമൻ ഇൻ്റലക്റ്റിൻ്റെ ഇൻടാഞ്ചിബിൾ ക്രിയേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയുടെ ഒരു കാറ്റഗറിയാണ് IPR അഥവാ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത്. The most prominent types of intellectual properties are trade secrets, copyright, patent, trademarks, etc. അതായത് നമ്മുടെ ആ ഒരു ബിസിനസ്സിന് പുറമെ ഇൻടാഞ്ചിബിൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു കാറ്റഗറി ഓഫ് പ്രോപ്പർട്ടിയാണ് ഇത് IPR എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിൻ്റെ ഇപ്പോൾ ഗുഡ് വിൽ, സൽപ്പേര് എന്ന് പറയുന്നത് എന്താണ്, ഒരു നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു കാര്യമാണ് ഇത് ഈ പറഞ്ഞ കോപ്പിറൈറ്റ്, പേറ്റൻറ്റ്, ട്രേഡ് മാർക്ക് എന്നൊക്കെ പറയുന്നത്. അതിനെ കോമൺ ആയിട്ട് പറയുന്നതിനെയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത്. All inventions begin with an idea. Once the idea becomes an actual product, that idea is treated as an intellectual property. അതായത് നമ്മൾ ബിസിനസ്സിൽ ഇപ്പോൾ പൈസ നിക്ഷേപിച്ചു, അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു, ബിസിനസ് നടത്തി, പ്രോഫിറ്റ് കിട്ടി, അതിൽ നിന്ന് നമുക്ക് എക്കണോമിക് ഗെയിൻ കിട്ടുന്നുണ്ട്. എന്നാൽ ഇതുപോലെ ബിസിനസ് ചെയ്ത് എക്കണോമിക് ഗെയിൻ അല്ലാതെ അതിൽ നിന്നും കിട്ടുന്ന ആ ഒരു കളക്ഷൻ ഓഫ് പ്രോപ്പർട്ടി, ഒരു കാറ്റഗറി ഓഫ് പ്രോപ്പർട്ടിയാണ് IPR എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ആദ്യം ഒരു ഐഡിയ തുടങ്ങി, ആ ഐഡിയ ഒരു ആക്ച്വൽ പ്രോഡക്റ്റ് ആക്കി മാറ്റി. ആ ഒരു ഐഡിയയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് എക്സ്ട്രാ ഒരു അസറ്റാണ്. ദ ലീഗൽ റൈറ്റ്സ് കൺഫേർഡ് ഓൺ സച്ച് പ്രോഡക്ട്സ് ആർ കോൾഡ് IPR. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ മേലെ കിട്ടുന്ന ലീഗൽ റൈറ്റിനെയാണ് IPR എന്ന് പറയുന്നത്. Once it is allotted to a person by the government authority, he or she can rent, give or sell it to others. അപ്പോൾ ഈ ഒരു IPR അല്ലെങ്കിൽ ലീഗലി കിട്ടുന്ന ആ ഒരു റൈറ്റിനെ എന്ത് ചെയ്തു, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ഒരു എൻ്റർപ്രണർക്ക് ആ ഒരു IPR റൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രോഡക്റ്റ് വെച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ എൻ്റർപ്രണർക്ക് അത് റെൻറ്റ് ചെയ്യാനോ വിൽക്കാനോ സെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് ലീസിന് കൊടുക്കാനോ എന്തിനു വേണമെങ്കിലും എന്ത് ചെയ്യാം, ആ ഒരു എൻ്റർപ്രണർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. അതിനെയാണ് IPR എന്ന് പറയുന്നത്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ഡിവൈഡഡ് ഇൻറ്റു 2 കാറ്റഗറീസ്. 2 കാറ്റഗറി ആയിട്ട് IPRനെ ഡിവൈഡ് ചെയ്യുന്നു. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി ആൻഡ് കോപ്പിറൈറ്റ്. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ട്രേഡ് മാർക്ക്, ഇൻഡസ്ട്രിയൽ ഡിസൈൻസ് എക്സെട്ര, അതായത് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ലോഗോ അല്ലെങ്കിൽ ബ്രാൻഡ്, അതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടീസിൽ വരുന്നത്. ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, ആപ്പിൾ, BMW, മക്ഡൊണാൾഡ്, വോഡഫോൺ, പെപ്സി, നൈക്ക്, മൈക്രോസോഫ്റ്റ് എന്നൊക്കെ പറയുന്നത്, അഡിഡാസ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ എന്താണ്, ആ ഒരു ബ്രാൻഡ് നെയിമാണ്. അതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക് വർക്ക്സ് സച്ച് ആസ് നോവൽസ്, പോയംസ്, പ്ലേസ്, ഫിലിം, മ്യൂസിക്, ഫോട്ടോഗ്രാഫ്, ഡ്രോയിങ്സ്, പെയിൻറ്റിങ്സ്, സ്കൾപ്ചേഴ്സ്, ആർക്കിടെക്ചറൽ ഡിസൈൻസ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബുക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു റൈറ്റിനെയാണ് കോപ്പി റൈറ്റ് എന്ന് പറയുക. അപ്പോൾ അതാണ് കോപ്പിറൈറ്റ്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് IPR. എന്തിനാണ് ഇങ്ങനെ IPR ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ IPR ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ലഭിക്കുന്നത്, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? അപ്പോൾ അതിൽ ഫസ്റ്റാണ് പാത്ത് ബ്രേക്കിംഗ് ഇൻവെൻഷൻസ്.
ഇറ്റ് എൻകറേജസ് ന്യൂ ഇൻവെൻഷൻസ് ഇൻ ഓൾ സെഗ്മെൻറ്റ്സ്, ക്യാൻസർ ക്യൂർ മെഡിസിൻസ്. അതായത് ഇവിടെ പറഞ്ഞ പുതിയ ഇൻവെൻഷൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താണ് IPR ഇസ് നെസസറി, പാത്ത് ബ്രേക്കിംഗ് ഇൻവെൻഷൻസ് കൊണ്ടുവരാൻ വേണ്ടി. അടുത്തത് ഇൻസെൻറ്റീവ്, ആനുകൂല്യങ്ങൾ. ഇറ്റ് ഇൻസെൻറ്റിവൈസ് ഇൻവെൻറ്റേഴ്സ്, ഓതേഴ്സ്, ക്രിയേറ്റേഴ്സ് എക്സെട്ര ഫോർ ദിയർ വർക്ക്. അപ്പോൾ ഓരോ ഇപ്പം നേരത്തെ പറഞ്ഞ ആർട്ടിസ്റ്റ് ആണെങ്കിലും പോയറ്റ് ആണെങ്കിലും ഒക്കെ അവർക്കൊരു മുൻകൈ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അതിൽ നിന്നും ആനുകൂല്യങ്ങൾ, ഇൻസെൻറ്റീവ്സ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാം, IPR അക്വയർ ചെയ്യാം. helps to prevent loss of income. It allows the inventor to sell the rights to third parties and thus he or she can generate income. അപ്പോൾ ഇങ്ങനെ കോപ്പിറൈറ്റും ട്രേഡ് മാർക്കും ഒക്കെ എന്ത് ചെയ്യാണ്, മറ്റൊരു വ്യക്തിക്ക് അതിൽ നിന്നും വേണമെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഇതിൻ്റെ ആ ഒരു ഓണർക്ക് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിൽ നിന്നും എന്തെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരാൾക്ക് അതിൽ നിന്നും ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു ഇൻകം, ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്ന നിലക്ക് ആ ഒരു ഇൻകം ലോസ് ആവാതെ നോക്കാനൊക്കെ IPR കൊണ്ട് സാധിക്കും. അടുത്തത് റെക്കഗ്നീഷൻ. ഇറ്റ് ഹെൽപ്സ് ഓതേഴ്സ്, ക്രിയേറ്റേഴ്സ് എക്സെട്ര ടു ഗെറ്റ് റെക്കഗ്നീഷൻ ഫോർ ദിയർ വർക്ക്. അവരുടെ ആ ഒരു വർക്കിനുള്ള റെക്കഗ്നീഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ IPR ലഭിക്കുന്നതിലൂടെ പോയറ്റ്സിനോ ആർട്ടിസ്റ്റിനോ ഒക്കെ ലഭിക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് IPR. പാത്ത് ബ്രേക്കിംഗ് ഇൻവെൻഷൻസ്, ഇൻസെൻറ്റീവ്, ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ലോസ് ഓഫ് ഇൻകം, റെക്കഗ്നീഷൻ എക്സെട്ര. ഇനി ഫേമസ് ലെജിസ്ലേഷൻസ് ആൻഡ് എഗ്രിമെൻറ്റ്സ് ഓൺ IPR. എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള നിയമപരമായ സപ്പോർട്ടുകൾ? ഫസ്റ്റ് ട്രിപ്സ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ, അതായത് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ പറഞ്ഞിരുന്നു ട്രിപ്സ് എന്നുള്ളത്. ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി സിസ്റ്റം എഗ്രിമെൻറ്റ് എന്ന് പറയുന്നതിനാണ് ട്രിപ്സ് എന്ന് പറയുക. WTOയുടെ ഒരു ഭാഗമായിട്ടുള്ളതാണ് ട്രിപ്സ്. ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിന് ഈ ഒരു ട്രിപ്സ് എന്നുള്ള ആ ഒരു അതോറിറ്റിയിൽ നിന്നും ട്രിപ്സ് റൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓണർക്ക് എന്ത് ചെയ്യാം, പിന്നീട് അത് സ്വന്തമാക്കി എന്ന് പറയാം. അടുത്തത് ട്രേഡ് മാർക്ക് ആക്ട് 1999 എന്ന് പറയുന്ന ആ ഒരു ആക്ട്. ഇതൊക്കെ ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ലോ അല്ലെങ്കിൽ ആക്റ്റുകളാണ്. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഓഫ് ഗുഡ്സ് രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 1999 എന്ന് പറയുന്ന ആക്ട്. ഡിസൈൻസ് ആക്ട് 2000, പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് റൈറ്റ്സ് ആക്ട് 2001 എന്ന് പറയുന്ന ആക്ട്. പേറ്റൻസ് ആക്ട് 2005, കോപ്പിറൈറ്റ് അമെൻമെൻറ്റ് ആക്ട് 2012 ഒക്കെയാണ് ഇങ്ങനെ ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ലെജിസ്ലേഷൻസ് ആൻഡ് എഗ്രിമെൻറ്റ്സ്. ഇതിലൊരു 4 ആക്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അതിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് ടൈപ്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ്. നമ്മൾ പറഞ്ഞു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നതിനെ അല്ലെങ്കിൽ IPR എന്ന് പറയുന്നതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ അതിൽ പറയുന്നത് ടൈപ്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഏതൊക്കെയാണ്? കോപ്പി റൈറ്റ് പറയുന്നു. കോപ്പി റൈറ്റ് പറഞ്ഞു എന്താ? It is a right to not copy conferred upon the creators of literary, artistic, musical, sound recording, films, etc. ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള വർക്ക് മറ്റൊരാൾക്ക് കോപ്പി ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആ ഒരു കോപ്പി റൈറ്റ് ഇഷ്യൂ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ആ ഒരു ഓണറുടെ സമ്മതമില്ലാതെ ആ പറഞ്ഞ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പോയംസ്, ഫിലിംസ്, റെക്കോർഡിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റൊരാൾക്ക് യൂസ് ചെയ്യാൻ പാടില്ല. അതിനാണ് കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കോപ്പി റൈറ്റ് എടുത്തോ, കോപ്പി റൈറ്റ് ഇഷ്യൂ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇനി അടുത്തത് ട്രേഡ് മാർക്ക്. Any word, name or symbol that gives an identity to goods or services made by an individual, company, organization, etc. ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ബ്രാൻഡ് നെയിം പോലെ, അതായത് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ആ ഒരു ട്രേഡ് മാർക്കിനെയാണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഓരോ പ്രോഡക്റ്റിൻ്റെ കൂടെ ഒരു ചിഹ്നം, അതിനെയാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്, ആ ഒരു സൈനിനെ. ടു രജിസ്റ്റർ ദ ട്രേഡ് മാർക്ക് യു ക്യാൻ വിസിറ്റ്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോ എൻ്റർപ്രണർക്കും അയാളുടെ പ്രോഡക്റ്റിന് ട്രേഡ് മാർക്ക് എന്ത് ചെയ്യാം, അക്വയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ അടുത്താണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. GI is an indication which identifies agricultural, natural or manufactured products originating from a definite geographical territory. അതായത് ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് മാത്രം ഒറിജിനേറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അതിന് കൊടുക്കുന്ന ആ ഒരു മാർക്കിനെയാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയാം. വിച്ച് ഐഡൻറ്റിഫൈസ് അഗ്രികൾച്ചറൽ, നാച്ചുറൽ ഓർ മാനുഫാക്ചേർഡ് പ്രോഡക്ട്സ്. അപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് മാത്രം കിട്ടുന്നതാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റിന് കൊടുക്കുന്ന ആ ഒരു മാർക്ക്. ബനാറസ് ബ്രൊക്കേഡ്സ്, കാശ്മീരി പശ്മിന, വൂളൻ ഷാൾ, നാഗ്പൂർ ഓറഞ്ച് എന്നൊക്കെ പറയുന്നത് ആ ഒരു സ്ഥലത്ത് നിന്ന് മാത്രം ലഭിക്കുന്നതാണ്. അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് GI അഥവാ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. അടുത്തത് പേറ്റൻറ്റ്.
It is an exclusive right granted by the government to prevent others from making, using, offering for sale, selling or importing the invention. അതായത് ഒരു വ്യക്തി കണ്ടുപിടിച്ച ഒരു കാര്യം അത് അയാളുടെ സമ്മതമില്ലാതെ മറ്റൊരാൾ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ ഇൻവെൻറ്റ് ചെയ്ത വ്യക്തിക്ക് കൊടുക്കുന്ന റൈറ്റിനെയാണ് പേറ്റന്റ് എന്ന് പറയുന്നത്. For an invention to be patentable, it must be new, non-obvious, that is not easily discoverable and having an industrial application. അപ്പോൾ ഇങ്ങനെ ഒരു പേറ്റൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ആദ്യമായിട്ട് അതായത് തുടങ്ങുന്നതായിരിക്കണം. ആ ഒരു വ്യക്തി എന്താണ് അല്ലെങ്കിൽ ഒരു പുതിയൊരു ഇൻവെൻഷൻ ആയിരിക്കണം. നോൺ ഒബ്വിയസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡിസ്കവർ ചെയ്യാൻ പറ്റാത്തതായിരിക്കണം. അതായത് ഏതൊരാൾക്കും ഈസിലി വന്ന് ഡിസ്കവർ ചെയ്യാൻ പറ്റുന്നതാവരുത്. ഒരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ അതായത് ബിസിനസ് ഓർഗനൈസേഷൻസിന് ഇൻഡസ്ട്രിയലി അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവുമായിരിക്കണം. എന്നാൽ മാത്രമേ പേറ്റൻറ്റ് കിട്ടുള്ളൂ. അടുത്തത് ഡിസൈൻ. It includes shape, pattern, etc. that is applied to any article. ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിന് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന് കൊടുക്കുന്ന ഷേപ്പോ പാറ്റേണിനെയാണ് ഡിസൈൻ എന്ന് പറയുക. ഡിസൈൻ ഓഫ് എ കാർ, ഹൗസ്, ബോട്ടിൽ എക്സെട്ര. The term of protection of a design is valid for 10 years which can be renewed for further 5 years. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് നോർമലി 10 years ആയിരിക്കും. അത് 5 yearsനും എന്ത് ചെയ്യാം അവിടെ നിന്ന് അങ്ങോട്ട് റിന്യൂ ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ കം അണ്ടർ പബ്ലിക് ഡൊമൈൻ. അപ്പോൾ ഈ 15 years കഴിഞ്ഞാൽ എന്തായാലും അതൊരു പബ്ലിക് ഡൊമൈൻ്റെ കീഴിലായിട്ട് വരും. അടുത്തത് പ്ലാന്റ് വെറൈറ്റി. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് വെറൈറ്റി വിച്ച് ഈസ് ബ്രെഡ് ആൻഡ് ഡെവലപ്ഡ് ബൈ ഫാർമേഴ്സ്. ഫാർമേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന സ്പെഷ്യൽ ബ്രീഡ് എന്നൊക്കെ പറയുന്നതാണ് പ്ലാന്റ് വെറൈറ്റി. ഹൈബ്രിഡ് വേർഷൻസ് ഓഫ് പൊട്ടറ്റോസ്, റൈസ്, പെപ്പർ എക്സെട്ര. ദിസ് ലീഡ് ടു ദ ഗ്രോത്ത് ഓഫ് സീഡ് ഇൻഡസ്ട്രി. അപ്പോൾ ആ ഒരു സീഡ് ഇൻഡസ്ട്രി ഒന്നുകൂടി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാർമേഴ്സിന് അവരുടേതായ രീതിയിൽ കണ്ടുപിടിക്കുന്ന ഹൈബ്രിഡ് വേർഷൻസിനെയാണ് പ്ലാന്റ് വെറൈറ്റി എന്ന് പറയുന്നത്. അടുത്തത് സെമി കണ്ടക്ടർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ലേഔട്ട് ഡിസൈൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പെർഫോം ഇലക്ട്രോണിക് സർക്യൂട്ടറി ഫംഗ്ഷൻ. കമ്പ്യൂട്ടർ ചിപ്പൊക്കെ പോലെ ഇലക്ട്രോണിക്കലി സർക്യൂട്ടറി ഫംഗ്ഷൻ ചെയ്യുന്ന അതിനെയാണ് സെമി കണ്ടക്ടർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ലേഔട്ട് ഡിസൈൻ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ്. കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, പേറ്റൻറ്റ്, ഡിസൈൻ, പ്ലാന്റ് വെറൈറ്റി, സെമി കണ്ടക്ടർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ലേഔട്ട് ഡിസൈൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്മോൾ ബിസിനസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലെ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം. Hope you understood today's class. If you have any doubt, you can contact me. Thank you for watching. Bye.